എല്ലാവർക്കും നമസ്കാരം. 2025 മെയ് 8 സമയം പുലർച്ചെ അസാധാരണമായ ഒരു സൈനിക നടപടിയുടെ ചുക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ. അതിർത്തിയിലെ റഡാർ സ്ക്രീനുകളിൽ ഒരു ഇന്ത്യൻ റഫേൽ വിമാനം തകർന്നു വീഴുന്നത് കണ്ട് പാക് വ്യോമസേന ആർത്തുവിളിച്ചു. പക്ഷേ അതേ റഫാൽ തൊട്ടടുത്ത നിമിഷം തൊടുത്തുവിട്ട സ്കാൽപ് ക്രൂയിസ് മിസൈലുകളുടെ പ്രഹരമേറ്റ് പാക് ക്യാമ്പുകൾ പുളഞ്ഞപ്പോഴാണ് തങ്ങളുതിർത്ത കോടികൾ വിലയുള്ള പാക് നിർമ്മിത PL-15 മിസൈലുകൾ പതിച്ചത് ശൂന്യതയിലേക്കായിരുന്നുവെന്ന് പാകിസ്ഥാൻ വ്യോമസേന തിരിച്ചറിഞ്ഞത്. ആകാശയുദ്ധങ്ങളുടെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ റഫാൽ വിമാനങ്ങൾക്ക് ആകാശത്ത് സംരക്ഷണ കവചമൊരുക്കി ശത്രുവിനെ കബളിപ്പിച്ച ഒരു AI കെണി. അവിടെയാണ് പാകിസ്ഥാൻ അന്ന് വീണതും വിരണ്ടതും. അതായിരുന്നു എക്സ്ഗാർഡ് ഡെക്കോയ് സിസ്റ്റം. കേവലം 30 കിലോഗ്രാം മാത്രം ഭാരമായിരുന്ന ഈ വ്യാജ ഫൈറ്ററുകൾ ആകാശത്ത് പറന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയപ്പോൾ കേവലം 23 മിനിറ്റിൽ നമ്മുടെ റഫാൽ പാകിസ്ഥാന്റെ എയർഫീൽഡ് ഭരിച്ചുകൊണ്ട് അതിർത്തിക്കപ്പുറം കിലോമീറ്ററുകൾക്കുള്ളിൽ ചെന്ന് ബഹാവൽപൂരിൽ ഉൾപ്പെടെ അവർ കവചമൊരുക്കി സംരക്ഷിച്ച ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഭീകര ക്യാമ്പുകളെ കത്തിച്ചു കളഞ്ഞത് ഓർമ്മയില്ലേ? മുൻ US എയർഫോഴ്സ് പൈലറ്റ് റയാൻ ബോർഡർഹൈമർ പറഞ്ഞത് ഒരൊറ്റ വാക്കാണ്: ലോകം ഇന്നേ വരെ ഒരു മിലിറ്ററി ആക്ഷൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്പൂഫിംഗ് ടെക്നോളജി. ഇലക്ട്രോണിക് വാർഫെയറിൽ ചുണക്കുട്ടികളായ ഇന്ത്യൻ സൈനികർ ആയുധങ്ങളെക്കാൾ ഉപയോഗിക്കുക അവരുടെ ധൈര്യവും തലച്ചോറുമാണെന്ന്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി അളക്കാൻ നിങ്ങൾ എന്താണ് നോക്കുക? സൈനികരുടെ എണ്ണം, ടാങ്കുകളുടെ എണ്ണം, മിസൈലുകളുടെ എണ്ണം, അല്ലെങ്കിൽ പോർ വിമാനങ്ങളുടെ എണ്ണം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകം ഈ കണക്കുകൾ വെച്ചാണ് രാജ്യങ്ങളുടെ ശക്തി അളന്നിരുന്നത്. ആർക്കാണ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ, ആരാണ് കൂടുതൽ ബോംബറുകൾ നിർമ്മിച്ചത്, അവരാണ് ശക്തരെന്ന് ലോകം കരുതി. പക്ഷേ ആകാശത്ത് ശത്രു രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ വിഷ്വൽ റേഞ്ചിൽ നിന്നുകൊണ്ട് പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഡോഗ് ഫൈറ്റ് എപ്പിസോഡുകളുടെ കാലം കഴിയുകയും ഇലക്ട്രോണിക് വാർഫെയർ യുഗം പിറക്കുകയും ചെയ്തപ്പോൾ ലോകം തിരിച്ചറിഞ്ഞത് യുദ്ധം ജയിക്കുന്നത് വിമാനങ്ങളുടെ എണ്ണം കൊണ്ടല്ല, വെടിയുണ്ടകളുടെ ഗുണം കൊണ്ടുമല്ല, പകരം ആകാശത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നതനുസരിച്ചാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമശക്തികളെ വിലയിരുത്തുന്ന വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇന്ത്യൻ വ്യോമസേന ചൈനയുടെ എയർഫോഴ്സിനെ പിന്നിലാക്കി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതും തുടർച്ചയായ 5ാം തവണ. ആകാശത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തികളുടെ ലിസ്റ്റ് ഇതാണ്: അമേരിക്ക, റഷ്യ, ഇന്ത്യ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമാണ്. കണക്കുകൾ നോക്കിയാൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ഇന്ത്യയേക്കാൾ മുന്നിലാണ്. ഇന്ത്യക്കുള്ളതിൻ്റെ ഇരട്ടിയിലധികം പോർ വിമാനങ്ങൾ, 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ, എയർ ഡിഫൻസ് ഇൻ്റഗ്രേഷൻ, ഇവയെല്ലാം ചൈനയുടെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് എയർഫോഴ്സുകളുടെ ആക്രമണ ശക്തിയിൽ ഇന്ത്യ ചൈനയെ വെട്ടി മുന്നിലെത്തിയത്? കാരണം ലോകത്തെ യുദ്ധ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഇനിയൊരു യുദ്ധത്തിൽ എണ്ണത്തിലല്ല കാര്യം, ശേഷിയിലാണ്. അതാണ് ട്രൂ വാല്യൂ റേറ്റിംഗ് അഥവാ TVR. ഇത് നോക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ കോമ്പാക്ട് റെഡിനെസ്, ഫ്ലീറ്റ് ബാലൻസ്, മിഷൻ കേപ്പബിലിറ്റി, പൈലറ്റ് ട്രെയിനിങ്, ലോജിസ്റ്റിക്സ്, മെയിൻ്റനൻസ്, ടെക്നോളജി, ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി, ഫോഴ്സ് പ്രൊജക്ഷൻ, ഇലക്ട്രോണിക് വാർഫെയർ റെഡിനെസ്, മോഡേണൈസേഷൻ. അതാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തൊട്ടുപിന്നിൽ ലോകത്തെ 3ാമത്തെ വലിയ ആക്രമണകാരിയാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു യുദ്ധം ആരംഭിച്ചു എന്ന് കരുതും. ആദ്യ 5 മിനിറ്റിൽ ആരാണ് ആദ്യം ശത്രുവിനെ കണ്ടെത്തുക? ആരാണ് ആദ്യം മിസൈൽ വിക്ഷേപിക്കുക? ആരാണ് ആദ്യം ശത്രുവിൻ്റെ റഡാർ നിശബ്ദമാക്കുക? ആരാണ് സ്വന്തം വിമാനങ്ങളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക? ഇതാണ് ഇന്നത്തെ എയർ വാർഫെയർ. ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ നിന്ന് കളിക്കുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ യഥാർത്ഥ ശക്തി ഒരു റഫേൽ മാത്രമല്ല, ഒരു Su-30 മാത്രമല്ല, ഒരു തേജസ് മാത്രമല്ല. ഇവയെല്ലാം ഒരുമിച്ച് ഒരു നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയാണ്. എല്ലാ കാലത്തും സ്വാതന്ത്ര്യാനന്തരം മുതൽ നമ്മുടെ ഫൈറ്റർ പൈലറ്റുമാരും വ്യോമസേനയിലെ എഞ്ചിനീയർമാരും എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം
ലോകത്തെ മികച്ച പ്രൊഫഷണലുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആയുധങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്ന കാലത്തും ടെക്നോളജിയുടെ കുറവുണ്ടായ കാലത്തും അതിനെ മറികടക്കുന്ന വൈദഗ്ധ്യം ഇന്ത്യൻ എയർഫോഴ്സ് കാഴ്ചവെച്ചത്. ആ കാലത്ത് നിന്ന് ടെക് എനേബിൾഡ് ആയ ഏത് പരീക്ഷണത്തിനും സപ്പോർട്ട് കിട്ടുന്ന കാലത്ത് ഡിജിറ്റലൈസ് കമാൻഡ് നെറ്റ്വർക്കിലേക്കും അഡ്വാൻസ്ഡ് 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ നവീകരിക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ AWACS. ആകാശത്ത് ഇമചിമ്മാതെ പറന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ കണ്ടെത്തുന്നു. ഗ്രൗണ്ട് റഡാർ ശത്രുവിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് മറ്റൊരു വിവരം നൽകുന്നു. സാറ്റലൈറ്റ് അവിടുത്തെ ടെറൈൻ ഉൾപ്പെടെ വ്യത്യസ്തമായ മറ്റൊരു വിവരം കൈമാറുന്നു. ഇതെല്ലാം അളന്ന് ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ആ ശത്രുവിന് നേരെ ഉപയോഗിക്കേണ്ട മിസൈൽ തിരഞ്ഞെടുക്കുന്നു. ഈ ഇൻഫർമേഷനുകൾ ആകാശത്തേക്ക് കുതിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന റഫാലിലെ അല്ലെങ്കിൽ സുഖോയിലെ പൈലറ്റിൻ്റെ കൺമുന്നിലായി കോക്പിറ്റിലേക്ക് എത്തുന്നു നിമിഷങ്ങൾക്കകം. ഇത് സാധ്യമാക്കുന്നത് നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ സിസ്റ്റമാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും ശക്തമായ വ്യോമസേനകളെല്ലാം ഇതിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയും ഇന്ന് അതേ തലത്തിലാണ് മുന്നേറുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്ത് നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത തരം ഭൗമ സാഹചര്യങ്ങളെ കീഴടക്കി നേടിയ അസാധാരണമായ ചില പരിചയങ്ങളാണ്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് ചൈന, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് കിഴക്ക് ഹിമാലയം, പിന്നെ മരുഭൂമി, കടൽ. രാജസ്ഥാനിൽ 50 ഡിഗ്രി വരെ ഉയരുന്ന കടുത്ത ചൂടും ഹിമാലയത്തിലെ -30 ഡിഗ്രി തണുപ്പും നേരിട്ടവരാണ്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഇത്തരമൊരു ബഹുമുഖ യുദ്ധ സാഹചര്യത്തിന് തയ്യാറാകാൻ കഴിയൂ. ഹിമാലയത്തിൽ പറക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ സൈനിക ദൗത്യങ്ങളിലൊന്നാണ്. ലഡാക്ക്, സിയാച്ചിൻ, ദൗലത് ബേഗ്, ഓൾഡി ഇതൊക്കെ 18,000 അടിക്ക് മേൽ ഉയരമുള്ള ദുർഘടമായ മേഖലകളാണ്. അവിടെ വായുവിലെ ഓക്സിജൻ കുറവായിരിക്കും. പോർവിമാനത്തിൻ്റെ എഞ്ചിൻ പ്രകടനം കുറയും. റഡാർ ചിലപ്പോൾ വ്യക്തമായ ചിത്രം നൽകാതിരിക്കും. പർവ്വതങ്ങൾ സിഗ്നലുകൾ മറയ്ക്കുന്നു. കാലാവസ്ഥ നിമിഷങ്ങൾക്കുള്ളിൽ മാറും. ഇവിടെയെല്ലാം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേന പരിശീലനം നേടിയിട്ടുണ്ട്. ഇതൊരു വലിയ അനുഭവ സമ്പത്താണ്. കാർഗിലിൽ ഓർമ്മയില്ലേ? മലമുകളിൽ എങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് ഇന്ത്യയിൽ നിന്ന് ലോകം പഠിച്ച സൈനിക നടപടിയായിരുന്നു അത്. ബാലക്കോട്ടിൽ കുറച്ചുകൂടി കൃത്യമായി അതിർത്തി കടന്ന് മലനിരകൾക്കിടയിലൂടെ കൃത്യതയോടെ പ്രഹരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. പ്രിസിഷൻ വെപ്പണുകളുടെ കാലത്ത് 100 ബോംബ് ഇടുന്നതല്ല, ഒരൊറ്റ മിസൈൽ മാർക്ക് ചെയ്ത ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ സ്ട്രൈക്ക് ചെയ്യിക്കുന്നതാണ് കരുത്ത്. ഇന്ത്യയുടെ വ്യോമസേന ഇന്ന് വിവിധ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻസ് ഉപയോഗിക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ മിഡ് എയർ റീഫ്യൂവലിംഗ് സംവിധാനം. ഒരു ഫൈറ്റർ സാധാരണ പറന്ന് ആക്രമണം നടത്തി തിരികെ വന്ന് ഇന്ധനം നിറച്ച് അടുത്ത മിഷന് പുറപ്പെടുന്നതിനേക്കാൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് മൾട്ടി മിഷൻ കാരിയറായി മാറുമ്പോൾ അതിൻ്റെ പ്രഹരശേഷിയും റേഞ്ചും പല മടങ്ങ് വർദ്ധിക്കും. നമ്മൾ ഇന്ന് അത്തരത്തിൽ മികവ് പുലർത്തുന്ന അപൂർവം വ്യോമസേനകളിലൊന്നായി മാറിയിരിക്കുന്നു. അതുപോലെ ഹെവി ലിഫ്റ്റ് കേപ്പബിലിറ്റി. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൈന്യത്തെയും ടാങ്കുകളെയും യുദ്ധോപകരണങ്ങളെയും അതിവേഗം എത്തിക്കുന്നത് യുദ്ധത്തിലെ മേൽക്കോയ്മയിൽ വലിയ അഡ്വാൻറ്റേജ് ആണ്. ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ, ലോക്ഹീഡ് മാർട്ടിൻ C-130J സൂപ്പർ ഹെർക്യൂൾസ്, ചിനോക് ഹെലികോപ്റ്ററുകൾ പോലെ ടാക്ടിക്കൽ എയർ ലിഫ്റ്റുകൾ വ്യോമസേനയുടെ ശേഷി വേറിട്ടതാക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ മുഖം മാറ്റാൻ പോകുന്ന മറ്റൊരു വമ്പൻ പദ്ധതിയാണ് എയർഷിപ്പ് ബേസ്ഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്. ഏകദേശം 15,000 കോടി ചെലവിൽ നടപ്പാക്കുന്ന ഈ തന്ത്രപ്രധാന പദ്ധതി ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഹീലിയം നിറച്ചതും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുമായ അൺമാൻഡ് എയർഷിപ്പുകളാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഭൂമിയിൽ നിന്ന് 20 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ, അതായത് സാധാരണ യാത്രാ വിമാനങ്ങൾ പറക്കുന്നതിനും വളരെ മുകളിലായി മാസങ്ങളോളം തുടർച്ചയായി ആകാശത്ത് നിലയുറപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇത് കണ്ണെത്താ ദൂരത്ത് നിന്ന് ഇന്ത്യയുടെ ചാരക്കണ്ണായി പ്രവർത്തിക്കും. അങ്ങകലെ ഉപഗ്രഹ ക്യാമറകൾ കാണാത്തത് കാണും. ഒരു സാധാരണ ഡ്രോണിന് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ ആകാശത്ത് തുടരാനാകൂ. ഒരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതിനാൽ ഒരേ സ്ഥലത്ത് നിരന്തരം നിരീക്ഷണം നടത്താനാവില്ല. എന്നാൽ ഈ എയർഷിപ്പുകൾ ഒരേ സ്ഥലത്തിന് മുകളിൽ 24 മണിക്കൂറും ആഴ്ചകളല്ല
മാസങ്ങളോളം നിലയുറപ്പിച്ച് നിരീക്ഷണം നടത്തും. അത്യാധുനിക ക്യാമറകൾ, റഡാറുകൾ, ഇലക്ട്രോണിക് ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ തത്സമയ നിരീക്ഷണം നടത്താനും ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാതെ തന്നെ ആഴത്തിലുള്ള ചലനങ്ങൾ നിരീക്ഷിക്കാനും ഇതിന് കഴിയും. അതോടൊപ്പം സുരക്ഷിത ആശയവിനിമയത്തിനുള്ള ടെലികോം റിലേ സ്റ്റേഷനായും ഇത് പ്രവർത്തിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടുവന്ന എയർ ഡിഫൻസ് സിസ്റ്റം എന്താണെന്നറിയാമോ? അത് ഫൈറ്റർ ജെറ്റുകളെയോ മിസൈലുകളെയോ മാത്രം ആശ്രയിക്കുന്ന പദ്ധതിയല്ല. സൂപ്പർ ഇൻ്റലിജൻ്റായ വിവിധ സന്നാഹങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബഹുനില പ്രതിരോധ കവചമാണ്. S-400 പോലുള്ള ദീർഘദൂര പ്രതിരോധ സംവിധാനങ്ങൾ, ആകാശ് പോലുള്ള സ്വദേശീയ മിസൈലുകൾ, ബാരക്കേറ്റ് പോലുള്ള സ്ട്രാറ്റജിക് സംവിധാനങ്ങൾ, ഇവയൊക്കെ ചേർന്ന് നിർമ്മിച്ചെടുക്കുന്ന യുണീക്കായ എയർ ഡിഫൻസ് സിസ്റ്റമാണത്. ഇവിടെ ഇന്ത്യയുടെ യഥാർത്ഥ വിപ്ലവം സംഭവിച്ചത് ഇറക്കുമതിയിൽ നിന്ന് നിർമ്മാണത്തിലേക്ക് കടന്നു എന്നതാണ്. തേജസ് ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനം, അസ്ത്ര ദൂരപരിധിക്കപ്പുറം ലക്ഷ്യം വെക്കുന്ന സ്വദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, ആകാശ് സ്വദേശീയ എയർ ഡിഫൻസ് മിസൈൽ, രുദ്രം റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്ത ആന്റി റേഡിയേഷൻ മിസൈൽ. അടുത്ത യുദ്ധം ടാങ്കുകളുടെ മാത്രം യുദ്ധമാകില്ല, വിമാനങ്ങളുടെ മാത്രം യുദ്ധമാകില്ല. സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ, ഇലക്ട്രോണിക് വാർഫെയർ, അൺമാൻഡ് സിസ്റ്റംസ്, ഡാറ്റ ഫ്യൂഷൻ ഇവയാണ് ഭാവിയിലെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യ അതാണ് കെട്ടിപ്പടുക്കുന്നത്. ഇന്ത്യയുടെ ദിശ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും ഇന്ന് DRDO മാത്രമല്ല നിർമ്മിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനൊപ്പം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും ഭെല്ലും ഭാരത് ഡൈനാമിക്സും സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും IITകളും AI കമ്പനികളും നമ്മുടെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് പ്രതിരോധ രംഗത്ത് നമ്മൾ ഉദാസീനരായിരുന്ന കാലത്തെ കുറവുകൾ കൂടി പരിഹരിക്കാൻ പാകത്തിന് നമ്മളിപ്പോൾ അഗ്രസീവ് ആകുന്നത്. ഐഡെക്സ് അഥവാ ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? DRDOയുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ടിനെ കുറിച്ച് അറിയാമോ? നമ്മൾ നിശബ്ദം ഒരു വലിയ വിപ്ലവം നയിക്കുകയാണ്. ഡിഫൻസ് രംഗത്ത് സ്റ്റാർട്ടപ്പുകളെയും സ്വകാര്യ കമ്പനികളെയും കണ്ണി ചേർക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇന്ന് 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു. 1500 കോടിക്ക് മുകളിലാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ഡിഫൻസ് റിസർച്ചിനും ഡെവലപ്മെന്റിനുമായി DRDO ഗ്രാന്റായി നൽകിയിരിക്കുന്നത്. പുതിയ ഇന്ത്യയുടെ ആയുധങ്ങൾ ജനിക്കുന്നത് ഒരു IIT ക്ലാസ് റൂമിലോ ഒരു സ്റ്റാർട്ടപ്പിലോ ഒരു റോബോട്ടിക്സ് ലാബിലോ ആകാം. 2500 കോടിയുടെ ആയുധങ്ങളും ഡിഫൻസ് എക്യുപ്മെന്റുകളുമാണ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് നമ്മുടെ സേന വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ യുവ എഞ്ചിനീയർമാരിലും ഡാറ്റാ സയന്റിസ്റ്റുകളിലും ഡ്രോൺ മാനുഫാക്ചേഴ്സിലും AI എക്സ്പേർട്ടുകളിലും നമ്മുടെ മിലിറ്ററി എന്തുമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെന്ന്. ഇത് കഴിഞ്ഞ 10-12 വർഷത്തെ മാറ്റമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഇനി വരുന്ന യുദ്ധത്തിന്റെ മുഖം മാറ്റുമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഡ്രോൺ പയനിയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐഡിയ ഫോജ് എന്ന സ്റ്റാർട്ടപ്പ്, മുംബൈ ആസ്ഥാനമായ ഐഡിയ ഫോജ് ഇന്ന് ഇന്ത്യൻ സായുധ സേനയ്ക്ക് പ്രധാനപ്പെട്ട അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ നിർമ്മിക്കുന്നവരാണ്. അത്യാധുനിക നേത്ര UAV ഇന്ത്യയുടെ സ്വന്തം എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ഇത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണത്തിന്റെ ഒരു പ്രധാന നേട്ടമാണ്. അതുപോലെ സ്വിച്ച് UAV അതിർത്തി നിരീക്ഷണത്തിലെ ഇന്റലിജൻസ്, സർവൈലൻസ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ടാക്ടിക്കൽ ISR ഇതെല്ലാം DRDOയുടെ മേൽനോട്ടത്തിൽ ഐഡിയ ഫോജാണ് നിർമ്മിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളിലൊന്നായ ബംഗളൂരു ആസ്ഥാനമായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ്, ഡ്രോൺ സ്വാൻസ്, AI എനേബിൾഡ് ഓട്ടോണമസ് ഡ്രോൺസ്, മൾട്ടി ഡ്രോൺ കോർഡിനേറ്റഡ് മിഷൻസ് എന്നിവയുടെ പ്രൊഡക്ഷന്റെ പണിപ്പുരയിലാണ് ഈ സ്റ്റാർട്ടപ്പ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇന്റലിജന്റ് ഡ്രോണുകൾ ഇവർ നിർമ്മിക്കുന്നു. സർവൈലൻസ് ഡ്രോണുകൾ ഉൾപ്പെടെ ഇന്ത്യൻ സായുധ സേനയ്ക്ക് 1000-ലധികം ഡ്രോണുകൾ വിതരണം ചെയ്ത നോയിഡയിലെ റാഫൈ എംഫിബർ എന്ന സ്റ്റാർട്ടപ്പ്, ചെന്നൈ ആസ്ഥാനമായ ഗരുഡ എയ്റോസ്പേസ്, സ്റ്റാർട്ടപ്പായി തുടങ്ങി വലിയ പ്രതിരോധ സ്ഥാപനമായി വളർന്ന ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്നിവയെല്ലാം ഇന്ത്യ ഇവിടെ വളർത്തിയെടുക്കുന്ന ഡിഫൻസ് സിസ്റ്റമാണ്. നമ്മുടെ പ്രതിരോധ സേനകൾ പുതിയ കാലത്തെ യുദ്ധം ജയിക്കുന്നത് ഈ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്ന് വികസിപ്പിക്കുന്ന ടെക്നോളജി വാർഫെയർ തന്ത്രങ്ങളിലാണ്. ഇന്ന് 1000-ലധികം പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട്. ഏകദേശം 500 സ്റ്റാർട്ടപ്പുകൾ ഐഡെക്സ്, TDF പോലുള്ള പദ്ധതികളിൽ ഗ്രാൻഡോ കരാറുകളോ നേടിയിട്ടുണ്ട്.
ഇനി വ്യോമ മേഖലയിൽ ആയുധമാക്കുന്ന ഡ്രോൺ സെക്ടറിൽ മാത്രം 100 കണക്കിന് ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്നു. ടെക്നോളജി മുന്നിൽ കണ്ടുള്ള ആ മാറ്റമുണ്ടല്ലോ, അതിൽ ലോകത്തിൻ്റെ മുൻനിരയിലുണ്ട് ഇന്ത്യൻ വ്യോമസേന. ചുരുക്കത്തിൽ ഇന്ത്യ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ആണ്. 2015 ഇതിൻ്റെ 2ാം ഘട്ട വികസനത്തിന് 8,000 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. ഇന്ത്യൻ ആകാശത്തിൻ്റെ ഡിജിറ്റൽ മസ്തിഷ്കമാണ് IACCS. എയർഫോഴ്സ്, ആർമി എന്നിവയുടെ റിയൽ ടൈം സ്ട്രാറ്റജിക് ഇൻ്റഗ്രേഷനാണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ ടെക്നോളജി ഞരമ്പ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആകാശ അതിരുകളെ മന്ത്രിച്ച് ബന്ധിച്ച 360 ഡിഗ്രി എയർ ഡിഫൻസ് സെക്യൂരിറ്റി. വ്യോമസേനയുടെ നിരീക്ഷണത്തിന് പുറമെ എല്ലാ ഗ്രൗണ്ട് റഡാറുകളും എയർ ഡിഫൻസ് യൂണിറ്റുകളും, ലഡാക്കിലെ 13,000 അടി മുകളിലുള്ള നിയോമ എയർബേസും തിരുവനന്തപുരത്തെ സദേൺ എയർ കമാൻഡും ഉൾപ്പെടെയുള്ള സർവ്വ ഫൈറ്റർ ബേസുകളും AWACS, മിസൈൽ ബാറ്ററീസ്, എയർ ട്രാഫിക് കൺട്രോൾസ്, കമാൻഡ് സെന്റേഴ്സ് തുടങ്ങി സർവ്വസന്നാഹങ്ങളെയും ഒറ്റ ചരടിൽ കോർത്തുവെച്ച ഒരു വെടിക്കെട്ട് സാധനം. വൺ ഓഫ് ദി മോസ്റ്റ് കേപ്പബിൾ ആൻഡ് എക്സ്പാൻസീവ് ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക്സ് ഇൻ ദി വേൾഡ്. ഒരു ശത്രുവിമാനം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആദ്യമായി കാണുന്നത് ഒരൊറ്റ റഡാറല്ല, രാജ്യത്താകെയുള്ള റഡാർ ശൃംഖല ഒരുമിച്ചാണ്. ചില സെക്കൻഡുകൾക്കുള്ളിൽ അത് എവിടെയാണ്, എത്ര ഉയരത്തിലാണ്, എത്ര വേഗത്തിലാണ്, ഏത് ദിശയിലാണ്, ഏത് ഫൈറ്റർ സ്ക്രാമ്പിൾ ചെയ്യണം, ഏത് മിസൈൽ യൂണിറ്റ് തയ്യാറാകണം, എപ്പോൾ തൊടുക്കണം, ഇവയെല്ലാം ഒരുമിച്ച് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ ആകാശത്തിൻ്റെ ഡിജിറ്റൽ ബ്രെയിൻ. ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന S-400+ ആകാശ് ഉൾപ്പെടെയുള്ള മൾട്ടി ലെയർ എയർ ഡിഫൻസ് ഷീൽഡാണ് ഓരോ നിമിഷവും ഈ രാജ്യത്തിരിക്കുന്ന 140 കോടി ജനങ്ങളെ അതിർത്തി കടക്കാമെന്ന ശത്രുവിൻ്റെ അതിരുകടന്ന അതിമോഹങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. രാജ്യം ലക്ഷ്യമാക്കി വരുന്ന ശത്രുവിമാനത്തെയോ ഡ്രോണിനെയോ ഒരു മിസൈൽ കൊണ്ട് പ്രതിരോധിക്കുന്ന കാലത്തിൽ നിന്ന് പല തലങ്ങളുള്ള എയർ ഡിഫൻസ് നെറ്റ്വർക്കാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച്, പോയിന്റ് ഡിഫൻസ് എല്ലാം വെവ്വേറെ ലെയറുകളായി പ്രവർത്തിക്കും ഒരൊറ്റ ബ്രെയിനിൻ്റെ കീഴിലെങ്കിലും. ഒരാക്രമണമുണ്ടായാൽ ആദ്യ ലെയർ പരാജയപ്പെട്ടാൽ രണ്ടാമത്തേത്, അത് പരാജയപ്പെട്ടാൽ മൂന്നാമത്തേത്, അങ്ങനെ. ഈ ടെക്നോളജി ഇൻ്റഗ്രേഷൻ്റെ വിന്യാസവും അതിലെ മേധാവിത്വവുമാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ ചൈനയെ പിന്നിലാക്കി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി അവരോധിച്ചത്. ടെയിലൻഡ് ഇതാണ്. സുക്കോയ് Su-30 ഒരു റഷ്യൻ ജെറ്റ് ഡിസൈനാണ്. പഴയ സോവിയറ്റ് കാലത്തെ ഫ്ലാങ്കർ ഫാമിലിയിൽപ്പെട്ടതാണ്. ഇന്ത്യയും വാങ്ങി, ചൈനയും വാങ്ങി. പക്ഷേ ഇന്ത്യൻ ബുദ്ധി സന്നിവേശിപ്പിച്ചപ്പോൾ അത് Su-30 MKI എന്ന ലോകോത്തര ഫൈറ്റർ ജെറ്റായി. കാരണം അത് ഇന്ത്യയുടെ തലച്ചോറാണ്. അതിൽ നമ്മുടെ മിഷൻ കമ്പ്യൂട്ടർ, ഇസ്രായേലിൻ്റെ ഏവിയോണിക്സ്, ഫ്രാൻസിൻ്റെ സെൻസർ ടെക്നോളജി, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലിൻ്റെയും ഗണ്ണുകളുടെയും ഇൻ്റഗ്രേഷൻ, ഇവയെല്ലാം ഒരുമിച്ചപ്പോൾ അത് ഒരു യുദ്ധവിമാനം എന്നതിൽ നിന്ന് ഒരു പുതിയ യുദ്ധ തത്വമായി അത് മാറി. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളെ സ്വന്തം ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി സ്വന്തം ബുദ്ധി കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് 114 റഫാൽ ഫൈറ്ററുകൾ വ്യോമസേനയുടെ ഭാഗമാകാൻ ഫ്രാൻസിൽ തയ്യാറാകുമ്പോൾ അതിർത്തിക്കപ്പുറത്ത് ചിലർക്ക് ഭയം ജനിക്കുന്നത്. അതുകൊണ്ടാണ് സുഖോയ് 30യിൽ നിന്ന് സൂപ്പർ സുഖോയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ലോകമാകെ ചർച്ചയാകുന്നത്. സൂപ്പർ സുഖോയ് ഒരു അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടായിരിക്കും. നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്ത വിരൂപാക്ഷ എന്ന ലോകത്തെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എയ്സാ റഡാറും അസ്ത്ര കുടുംബത്തിലെ ലോങ് റേഞ്ച് മിസൈലുകളും AI എനേബിൾഡ് മിഷൻ കമ്പ്യൂട്ടറുകളും കൂടിയാകുമ്പോൾ സൂപ്പർ സുഖോയ് മാരകമാകും. ഇന്ത്യ ഇന്ന് മിസൈലുകൾ മാത്രം നിർമ്മിക്കുന്നില്ല, ഡ്രോണുകൾ മാത്രം നിർമ്മിക്കുന്നില്ല, യുദ്ധവിമാനങ്ങൾ മാത്രം നിർമ്മിക്കുന്നില്ല, ഒരു മുഴുവൻ കോമ്പാക്ട് എക്കോസിസ്റ്റമാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ആകാശത്ത് പറക്കുന്നത് ഒരു റഫേൽ അല്ല, ഒരു സുഖോയ് അല്ല, ഒരു തേജസ് അല്ല. പറക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ശാസ്ത്രമാണ്, ടെക്നോളജിയാണ്, സ്റ്റാർട്ടപ്പുകളാണ്, എഞ്ചിനീയർമാരാണ്, പൈലറ്റുമാരാണ്, സൈനികരാണ്. പറക്കുന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് channel.com. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി, ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി channel.com സബ്സ്ക്രൈബ് ചെയ്യുക.